ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയില്ലേ? ശരിയാണ്. ആർക്ക് എന്ത് ഉപകാരം ചെയ്താലും നമുക്ക് അത് തിരിച്ചടിയാണ് കിട്ടുന്നത്. ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ തന്നെ ഇപ്പൊ നമുക്ക് പേടിയാണ്. എന്നാൽ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല. ചുരുക്കം ചിലർ നമ്മൾ വടി കൊടുത്ത് അടിമേടിച്ചു എന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ മനാഫ് അർജുന് വേണ്ടി 72 ദിവസം അവിടെ നിന്നു. ഇനിയിപ്പോൾ 72 ദിവസം നിന്നില്ലെങ്കിലും 2 ദിവസം കൂടി നിൽക്കുന്ന ഒരാളോടുകൂടി പറയാൻ പറ്റുന്ന വാക്കുകളല്ല അവരുടെ അർജുൻ്റെ കുടുംബക്കാർ പറഞ്ഞത്. എല്ലാവരും പറയുന്നത് പോലെ നന്ദി കെട്ട ആളുകൾ എന്ന് തന്നെ ഇതിന് വേണമെങ്കിൽ പറയാം അല്ലേ? അതായത് നമ്മുടെ അർജുൻ മരിച്ചിട്ട് 72 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കിട്ടുന്നത്. അതുവരെയും മഴയും തണുപ്പും ചൂടും എല്ലാം സഹിച്ച് മനാഫ് അവിടെ നിന്നു. അവരുടെ വീട്ടുകാർ പോലും അതിന് തയ്യാറായിരുന്നില്ല. എന്നിട്ടാണ് മനാഫിനെ കുറ്റം പറയുന്നത്. ആരൊക്കെ എന്ത് പറഞ്ഞാലും അർജുൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ അമ്മയായിരിക്കും എന്ന് തന്നെയാണ്. അർജുൻ്റെ ചിതയടങ്ങും മുൻപ് തന്നെ അവരൊരു പത്രസമ്മേളനം നടത്തി. ആരുടെയും മുഖത്ത് ഒരു സങ്കടവും കണ്ടില്ല. മറിച്ച് മനാഫിനെ കുറിച്ചുള്ള കുറ്റങ്ങളും പരിഭവങ്ങളുമായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. ഇതിന് മനാഫ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സങ്കടമുണ്ട്, ആരാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതായത് അർജുൻ്റെ വീട്ടുകാരെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടും എൻ്റെ സ്വന്തം വീട്ടുകാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവൻ എനിക്കൊരു തൊഴിലാളി അല്ലെങ്കിൽ എൻ്റെ ലോറിയുടെ ഡ്രൈവർ എന്ന് മാത്രം ആയിരുന്നില്ല എന്നാണ് മനാഫ് പറയുന്നത്. മറിച്ച് എൻ്റെ ഒരു കൂടപ്പിറപ്പ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അതിനും അവർക്ക് പ്രശ്നമുണ്ടായി. മനാഫ് 13 ദിവസം മുൻപേ, അർജുനെ കിട്ടുന്നതിൻ്റെ 13 ദിവസം മുൻപെയാണ് ആ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടത്. അതിനുശേഷം ഒരു വീഡിയോ പോലും അതിൽ ഇട്ടിട്ടില്ല. എന്നാൽ ഇന്ന് അത് സബ്സ്ക്രൈബേഴ്സ് കൂടി ആ യൂട്യൂബ് ചാനൽ തന്നെ നല്ല ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മനാഫ് തൻ്റെ പുതിയ ലോറിയുടെ പേര് അർജുൻ്റെ പേര് ലോറിക്ക് ഇടണമെന്ന് മനാഫ് പറഞ്ഞിരുന്നു. അതിനും അവർക്കൊരു വിവാദമുണ്ടായി. മനാഫ് ഇനി ലോറിക്ക് അർജുൻ്റെ പേര് നൽകുന്നില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബം, പെങ്ങളും അളിയനും അതുപോലെ വീട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും മനാഫിനും അതുപോലെ തന്നെ ഈശ്വർ മാൽപേ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, അദ്ദേഹത്തെ പോലും അവർ വെറുതെ വിട്ടില്ല. ഇവർ 2 പേർക്കുമെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതിനെല്ലാം മനാഫ് മറുപടിയായി പറഞ്ഞിരുന്നത് അവർ എൻ്റെ കുടുംബമാണ്, എന്തു വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ എന്നാണ്. തിരിച്ചൊരു കുത്തുവാക്കുപോലും അവരുടെ കുടുംബത്തെക്കുറിച്ച് മനാഫ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിലുപരി മനാഫ് അവരോട് താൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകകൂടി ചെയ്തിട്ടുണ്ട്.